ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് പാവയ്ക്ക തീയലാണ്. നമുക്കെല്ലാവർക്കും പാവയ്ക്ക തീയൽ വയ്ക്കാൻ അറിയാം. നമുക്ക് അതിന് വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് ഞാൻ ചെറിയ വെള്ളപ്പാവയ്ക്കയാണ്. അത് ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞേക്കുന്നത്. കനം കുറച്ച് ഈ രീതിയിലാണ് അരിഞ്ഞേക്കുന്നത്. ചെറിയ പാവയ്ക്കയാണ്. പിന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളി വേണം, ഒരു തക്കാളി വേണം, 2 പച്ചമുളക് വേണം, കരിയാപ്പില വേണം, കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, പിന്നെ കുറച്ച് തേങ്ങ, അരമുറി തേങ്ങ ചിരികിയതുണ്ട്, കരിയാപ്പില, ഇത് ഉണക്കമുളക്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ അങ്ങ് വറക്കാം. നമുക്കൊരു ചിരിയെടുത്ത് നമുക്ക് കുറച്ച് നമുക്കത് തേങ്ങ അങ്ങ് വറക്കാം. ഗ്യാസ് സ്റ്റവ് കത്തിക്കാം. ഇതിനകത്തോടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നമുക്ക് ഇളക്കി കൊടുക്കാം. പാവയ്ക്ക തീയൽ നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. പാവയ്ക്ക തീയൽ, പാവയ്ക്ക വെച്ച് പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പാവയ്ക്കയുടെ കയ്പ്പ് അത് പച്ചപ്പാവയ്ക്കയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കയ്പ്പുള്ള പാവയ്ക്ക. അത് വെള്ളപ്പാവയ്ക്ക് വലിയ കയ്പ്പില്ല. നാടൻപാവയ്ക്കാണ് വെള്ളപ്പാവയ്ക്ക്, അത് വലിയ കയ്പ്പില്ല. അഥവാ കയ്പ്പ് കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു കിഴുത്തലുള്ള പാത്രത്തിലോട്ട് വെച്ച് അങ്ങനെ കുറേ കയ്പ്പ് പോവും. എന്നാലും വലിയ കയ്പൊന്നും ഇല്ല വെള്ളപ്പാവയ്ക്കയ്ക്ക്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങ. നല്ല ബ്രൗൺ കളർ വേണം. എന്നിട്ട് തേങ്ങ ഇച്ചിരി ബ്രൗൺ കളർ ആകുമ്പോൾ സിമ്മിലിട്ട് വേണം നമ്മളിപ്പോഴും തേങ്ങ മൂപ്പിക്കാൻ. വറുത്തെടുക്കുന്നത് സിമ്മിലിട്ട് തന്നെ വേണം. നമുക്ക് ഇതിനകത്തോടെ കുറച്ച് മസാലകളൊക്കെ ചേർക്കണം. ഒന്നുകൂടെ ബ്രൗൺ കളർ ആയിട്ട് വേണം. നമുക്ക് നല്ല ഇത് മൂത്തിട്ടുണ്ട്. ഇതിനകത്തോടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോടെ മസാലകളൊക്കെ ചേർക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിന് സമയം നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. നമുക്ക് ഇത് എരിവുള്ള മുളകായതുകൊണ്ട് നമുക്ക് 1/2 സ്പൂണ് മുളക് പൊടി നമ്മൾ ചേർക്കുന്നുള്ളൂ. നമുക്ക് തീയലിന് ഒരുപാട് എരിവ് വേണ്ട. നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി ചേർക്കാം. ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി നമുക്ക് ചേർക്കാം. എല്ലാവരും ഉലുവയാണ് ഇടുന്നത്. 5-6 ഉലുവ വാരിയിട്ട് തേങ്ങയുടെ കൂടെ വറക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഉലുവാപ്പൊടി തന്നെയാണ് ചേർക്കുന്നത്. നമുക്കൊന്ന് ചൂടുണ്ട്. ഇനി എന്തായാലും ചൂടാക്കിയൊന്നും വേണ്ട. ഈ തേങ്ങയ്ക്ക് നല്ല ചൂടാണ്, അതുകൊണ്ട് ആ ചൂട് തന്നെ മതി. ആ ചൂടിൽ തന്നെ നമ്മുടെ മസാലകൾ മൂത്തോളും. ഇനി ഇതൊന്ന് വെച്ചിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നമുക്കിനി അതിനകത്തോട്ട് ബാക്കിയുള്ളത് ചെയ്യാം. ഇതൊന്ന് ആറണം. അതൊന്ന് ആറിയിട്ട് വേണം നമുക്ക് അരയ്ക്കാം. നമുക്കൊന്ന് വാങ്ങി വെക്കേണ്ടത്. നമുക്കിനി ചട്ടി വെക്കാം. നമ്മൾ തീയിലൊക്കെ ചട്ടി വെക്കുന്നതാണ് നല്ലത്. ചട്ടി വെക്കുന്ന കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് മൺചട്ടി വെക്കുന്നതിന്. അതുകൊണ്ട് നമുക്ക് ചട്ടി വെക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. 3 ടേബിൾ ഇത്രയുണ്ട് വെളിച്ചെണ്ണ. നമുക്ക് അതിനകത്തോട്ട് അല്പം കടുകിടാം. കടുക് പൊട്ടിയില്ല, കടുക് പൊട്ടട്ടെ. നമ്മൾ കടുക് ഇട്ട് കടുക് നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. രണ്ട് കരിയാപ്പില ഇടാം. നമുക്ക് പച്ചിരിമുളകും കൂടി ഇടാം അതിനകത്തോട്ട്. നമുക്കൊന്നൊന്ന് ചെറുതായിട്ട് നാട്ടി കൊടുക്കാം. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, അത് നമുക്ക് അതിൻ്റെ കൂടെ വഴറ്റാം. നമുക്ക് തീയലിന് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ കളവ് ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തിന് അതുപോലെ തേങ്ങാക്കൊത്ത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട. ചെറിയ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. തീയലിന് എപ്പോഴും നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. വറുത്തരയ്ക്കുന്ന എല്ലാ കറിക്കും തേങ്ങാക്കൊത്ത് ഇടുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് മാത്രം മാറിയാൽ മതി. നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് എന്തെങ്കിലും കൊച്ചുള്ളി ഒന്ന് ചേർക്കാം. കൊച്ചുള്ളി എത്രയായിരുന്നു അത്ര നല്ല. സവാള വേണമെങ്കിലും ചേർക്കാം. ഞാൻ കൊച്ചുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൊച്ചുള്ളിയാണ് ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കൊച്ചുള്ളി മാത്രം ചേർത്തത്. ഓരോരുത്തരൊക്കെ ഇതിനെക്കാട്ട് കൂടുതൽ കൊച്ചുള്ളി ചേർക്കാറുണ്ട്. എനിക്ക്
ഇത് മതിയെന്നുള്ള വെച്ചിട്ടാണ്. കൊച്ചുള്ളിയൊക്കെ നമ്മുടെ ഇതനുസരിച്ച് ചേർക്കുക. നമുക്ക് എത്ര വേണം അതനുസരിച്ച് ചേർക്കുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. നമുക്ക് തീയൽ പല രീതിയിലും വെക്കാം. എല്ലാം ഉള്ളി തീയലുണ്ട്, അങ്ങനെ കിഴങ്ങ് തീയലുണ്ട്, ചെമ്മീൻ തീയലുണ്ട്, കൊഞ്ച് തീയലുണ്ട്, അങ്ങനെ നമ്മൾ പല രീതിയിലും തീയൽ നമുക്ക് കറി വെക്കാം. കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത അതാണ് നമ്മൾ തീയൽ വെക്കുന്നത്. തീയൽ നമ്മൾ ഒരുപാട് എരിവായ കൊള്ളത്തില്ല. മീഡിയം എരിവേ നമ്മൾ വെക്കാറുള്ളൂ. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. ഇന്നും അങ്ങ് മീനും ഇറച്ചിയും കഴിക്കുന്നതിനൊക്കെ നല്ലതാണ് ഈ തീയലൊക്കെ കഴിക്കുന്നത്. എല്ലാ തീയലും വെക്കുന്നല്ല. ഉള്ളിത്തീയൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ പാവയ്ക്ക തീയൽ നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്. പാവയ്ക്ക ഷുഗറുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് പാവയ്ക്ക. നമുക്കിനി ചെറുതായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് 2 പച്ചമുളക് ഇടാം. നമുക്കതിനകത്തോട്ട് എന്താ ചെയ്യാം, ഈ പാവയ്ക്കെല്ലാം ഒന്നും ഇടാം. പാവയ്ക്കയ്ക്ക് വലിയ വേവില്ല, ചെറുതായിട്ടൊന്ന് ഇതേ ഉള്ളു. പെട്ടെന്ന് ഒരു 2-3 മിനിറ്റത്തെ വേവ് മാത്രമേ ഉള്ളൂ. പാവയ്ക്കയ്ക്ക് വലിയ വേവില്ല. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വഴറ്റുമ്പം അതിൻ്റെ ആ കയർപ്പൊക്കെ ഉണ്ടെങ്കിൽ പച്ച മാറും. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും. പ്രത്യേക ടേസ്റ്റ് വരും ഈ എണ്ണക്കത്തൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴും. അതിനാണ് നമ്മൾ എണ്ണക്കത്തൊക്കെ വഴറ്റും. അങ്ങനെ അതിൻ്റെ പാവയ്ക്കൊക്കെ ഓൾറെഡി കയ്പ്പാണല്ലേ പറയുന്നത്. അതൊക്കെ ഒന്ന് മാറി വരും. നല്ലതായിട്ടൊന്ന് വഴറ്റണം. ഇതിനകത്ത് കിടന്ന് നമുക്ക് അതിനകത്തോടെ തക്കാളി ഇടങ്ങിടാം. ഒന്ന് വഴണ്ടിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. നമുക്ക് അതിനകത്തോട്ട് അല്പം ഉപ്പൂടെ ചേർക്കാം. അല്പം ഇത്രയും ചേർക്കാം. 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. പാവയ്ക്കൊക്കെ ഉപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഓവറായാലും നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. എന്നാലും ഉപ്പും പുളിയും എല്ലാം നമുക്ക് ഒരുപോലെ നിന്നെങ്കിൽ മാത്രമേ കറിക്ക് നമുക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഇടയ്ക്ക് കുറേ നാൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ചില ആരോഗ്യ പ്രശ്ന കാരണമാണ് ചെയ്യാഞ്ഞത്. പാവയ്ക്ക വെച്ച് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം. പാവയ്ക്ക തീയൽ, പാവയ്ക്ക അച്ചാർ, പാവയ്ക്ക ഉപ്പേരി, പാവയ്ക്ക വെഴുക്കുവരട്ടി, പാവയ്ക്ക തോരൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പാവയ്ക്ക വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. നല്ല വഴണ്ടിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് അല്പം പുളിവെള്ളം കൂടെ ചേർക്കുവാണ്. ഞാൻ ചെറിയൊരു വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് അപ്പോൾ ഒരു തക്കാളി ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. വലിയൊരു തക്കാളിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിൻ്റെ പുളിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് പുളി നിങ്ങൾക്ക് എത്ര പരുവം വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പുളി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇവിടെ ഒരുപാട് പുളി വേണ്ട. അതുകൊണ്ട് ഞാൻ തോനെയൊന്നും ഒഴിക്കുന്നില്ല. ഒരു 2-3 സ്പൂൺ പുളിയെ ഒഴിക്കുന്നുള്ളൂ. വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർക്കാം. ബാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പുളിയൊക്കെ ചെല്ലുമ്പോൾ പുളിയും അന്നേരം ഉള്ളിയൊക്കെ ഒരു മധുരം പോലെ അപ്പോൾ ചെല്ലുമ്പം കയ്യപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ശകലം തോനെ വെള്ളം വേണ്ട, അല്പം വെള്ളം വെച്ചൊന്ന് വേവിക്കാം. പാവയ്ക്കയ്ക്ക് വലിയ വേവില്ലാത്ത സാധനം, അതുകൊണ്ട് കുറച്ച് വെള്ളം മതി. നമുക്ക് അതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടേക്കാം. ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെക്കാം. ഇതിൻ്റെ അങ്ങോട്ട് അരയ്ക്കാം. മിക്സിയിലൊക്കെ അങ്ങോട്ട് അരയ്ക്കാം. നമുക്ക് ഇതൊന്ന് വെന്തോന്ന് നോക്കാം. നമ്മൾ പാവയ്ക്ക വെച്ചേക്ക് നമുക്ക് വെന്ത് നോക്കാം. പാവയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. പാവയ്ക്ക് വലിയ വേവില്ല. എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. അല്ല എന്താ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ അരച്ച് വെച്ച അരപ്പ് അതിനകത്തോട്ട് ഒഴിക്കാം.
നമുക്ക് അല്പം വെള്ളം ഒന്ന് ചുറ്റിച്ചൊഴിക്കാം, നമുക്കൊന്ന് ഇളക്കാം. ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് തീയലിന്, ഇച്ചിരി കുറുകിയാണ് ഇരിക്കേണ്ടത്. ഒരുപാട് വെള്ളം പോലെയല്ല നമുക്ക് തീയൽ വെക്കുന്നത്, കുറുകിയാണ് ഇരിക്കുന്നത്. ഒന്നുകൂടെ തിളയ്ക്കണം. നമുക്കൊന്ന് ചുറ്റിച്ചൊഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ തിളപ്പിക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി, നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചാൽ മാത്രം മതി. കറി തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. വേണ്ട അത് 2 മിനിറ്റ് മതിയാ നമുക്ക് തിളയ്ക്കാൻ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം. നമുക്കത് എൻ്റെ പുളി ഉപ്പൊക്കെ ഒന്ന് നോക്കാം, ഇത് എല്ലാം ശരിയായിട്ടുണ്ടോയെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, കയ്പൊന്നുമില്ല. നമ്മളിത് പാവയ്ക്ക് അത് പറഞ്ഞുകൊണ്ട് കയ്പാന്ന് വിചാരിക്കും, പക്ഷെ തീയൽ വെക്കുമ്പം കയ്പേ ഇല്ല കേട്ടോ. നല്ല തീയലാണ്, അടിപൊളി കറിയാണിത്. നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം, കമൻസൊക്കെ അയക്കണം. അതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.